ഗൈസ്, എൻ്റെ ഒരു മിനി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഈ പ്ലേസ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കത്തിക്കാണ് ഞാൻ ഇന്ന് എവിടെയാണ് ഉള്ളത്. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം, തിരുവനന്തപുരത്തുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഗൈസ്. ആൻഡ് ഞാനൊരു 6:10 ആ ടൈമിലൊക്കെയാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. അവിടെ പോയപ്പോൾ തന്നെ നല്ല വ്യൂ ആയിരുന്നു, നല്ല മുല്ലപ്പൂവിൻ്റെ അതുപോലെ തന്നെ തുളസി മാലയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടൈമായിരുന്നു. അതിനുശേഷം ഞാൻ അമ്പലത്തിൻ്റെ വ്യൂ ആണ് നിങ്ങളീ കാണുന്നത്. ഒത്തിരി കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് നമ്മളൊരു നൊസ്റ്റാൾജിയ ഫീലിംഗ് ആണല്ലോ. അതിനുശേഷം നമ്മൾ അമ്പലത്തിനകത്തോട്ട് കയറുന്നില്ല. ബിക്കോസ് നമ്മൾ അങ്ങനത്തെ ഔട്ട്ഫിറ്റ് അല്ല, ട്രഡീഷണൽ അറ്റയറൊന്നും അല്ല ഇട്ടിട്ട് വന്നത്. നോർമൽ നമ്മൾ ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് ചുമ്മാ ഒന്ന് കൂളാവാൻ വേണ്ടി വന്നതാണ്. അതിനുശേഷം മോസ്റ്റ് ഹൈലൈറ്റിംഗ് പാർട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്, നമ്മുടെ മീൻകുളം. ഇവിടെ എല്ലാവരും വന്നു കഴിഞ്ഞാൽ കുറച്ച് തീറ്റയൊക്കെ വാങ്ങിച്ച് ഈ മീനിനൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അവരൊക്കെ സന്തോഷത്തോടു കൂടി അതൊക്കെ വന്ന് കഴിക്കുന്നതും കാണാറുണ്ട്. സോ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം, ഈ സ്റ്റെപ്പിൻ്റെ അടുത്തായിട്ട് ഒരുപാട് ഇഷ്ടം പോലെ മീൻ വന്ന് ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. നമ്മളതിന് തീറ്റ വാങ്ങാൻ വേണ്ടി പോയെങ്കിലും അവിടെ ആളില്ലായിരുന്നു. അതിനുശേഷം അവിടെ കൂടെ കൊണ്ടുവന്ന് ഈ മയിൽപ്പീലിയൊക്കെ ഞാൻ നോക്കിയത് മാത്രമേ ഉള്ളൂ ഗൈസ്. ഞാൻ മേടിച്ചില്ല. അതിനുശേഷം വീണ്ടും എനിക്ക് ആ ഒരു മീൻ കുളം കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ മീനുകളെല്ലാം എങ്ങനെ അകത്താക്കാൻ നോക്കുന്നതാണ് ഇവൾ. ലോകത്ത് നിൽക്കുകയാണോ? ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ പേര് ഈ മീൻകുളത്തിന് അടുത്തിങ്ങനെ ഇവിടെ വരെ പോകാൻ പറ്റത്തുള്ളൂ നമുക്ക് എൻട്രൻസ്. അവിടെ നിന്നിട്ടാണ് ഈ മീനിൻ്റെ ആഹാരമൊക്കെ ഇട്ട് കൊടുത്ത് അവർ കഴിക്കുക. സമയം ഇപ്പോൾ ഏകദേശം ഒരു 6:30 മണിയായിട്ടുണ്ട്. എന്നാലും അത്രയും ഇരുട്ടിയിട്ടില്ല. എങ്കിലും ഒരു മഴയുടെ ഇരുട്ടൊക്കെ ഉണ്ടായിരുന്നു. കാരണം മഴ ഇങ്ങനെ ഇപ്പം പെയ്യും എന്നുള്ള രീതിക്ക് നിൽക്കുമായിരുന്നു. ഇത് ടൈം ഏകദേശം 6:30 ഗൈസ്. 6:30ക്കുള്ള ഈ അടിപൊളി വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ലൈക്ക് എന്താ പറയുക, ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് ഇവിടെ വന്നിട്ട് ഇവിടെ ഉള്ള വ്യൂസ് ആയാലും ഇവിടുത്തെ ആ ഒരു ടോട്ടൽ ലുക്കെന്ന് വെച്ച് ടു അമേസിങ്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളെപ്പോഴെങ്കിലും ഭയങ്കര സാഡായിട്ട് നെഗറ്റീവൊക്കെ ആയിട്ടിരിക്കുന്ന സമയം നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ സീരിയസ്ലി നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ്നെസ്സും അതുപോലെ തന്നെ ഭയങ്കര ഒരു സെൽഫ് ബൂസ്റ്റിംഗ് എനർജി ഫീൽ ചെയ്യുന്നൊരു പ്ലേസാണ് ഗൈസ്. നൈറ്റ് ഒരു 6:30 ടൈമൊക്കെ ആകുമ്പോൾ ഇവിടുത്തെ ലൈറ്റൊക്കെ ഓണാവും. സാധനങ്ങൾ മേടിക്കണ്ടേ, ഇവിടെ നിന്നൊന്നും മേടിക്കണ്ട, അത് മറ്റേ കൊഴുന്നല്ലേ. ഞാൻ അങ്ങനെ വന്നപ്പോൾ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ ഒരു അടിപൊളി ഐറ്റം ഞാൻ കണ്ടു. അതാണ് ഈ ഐറ്റം. ഇതെന്താണെന്ന് വെച്ചാൽ കൊഴുന്നെന്നാണ് നമ്മുടെ നാട്ടിൽ പറഞ്ഞത്. കുറേ നാളായിട്ട് വേണം കണ്ടിട്ടില്ല, ഇപ്പോഴാണ് കണ്ടത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് അതിനെ പറയുന്നത് കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ അതിനുശേഷം കുഞ്ഞു മാലകളും വളകളും ഒക്കെ ഉള്ള കടകൾ ഒരുപാടുണ്ട്. കാരണം ഈ ഫാൻസി ടൈപ്പ് ഉണ്ടല്ലോ, നമ്മൾ അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ കാണുന്നത് പോലത്തെ. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഷോപ്സ് അവിടെ ഉണ്ട്. ഇതൊക്കെ ഈവനിങ് ആകുമ്പോൾ സത്യം പറഞ്ഞാൽ ഓണാണ്. നെക്സ്റ്റ് നമ്മുടെ ഫേവറേറ്റ് പാർട്ടാണ് പാനിപ്പൂരി കഴിക്കുന്നത്. സോ ഈ പാനിപ്പൂരി മേടിക്കാൻ ഞാൻ വന്നിട്ടുണ്ട്. ഈ ചേച്ചി നല്ല കമ്പനിയാട്ടോ. നമ്മൾ പറഞ്ഞതനുസരിച്ച് ഇന്ന സോസും ഈ കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് തന്നെ നമുക്ക് എടുത്ത് തന്നു. അതിനുശേഷം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഗൈസ് സീരിയസ് അടിപൊളി ഐറ്റമായിരുന്നു. കാരണം നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണല്ലോ സത്യം പറഞ്ഞാൽ ഈ പാനിപ്പൂരിയൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഞാൻ ഓൾറെഡി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എനിക്ക് കിട്ടിയ പറഞ്ഞാൽ ഹാപ്പിയാണ്. ഞാൻ അവരോട് പറയുകയും ചെയ്തു. അതിനുശേഷം എൻ്റെ ഫ്രണ്ട് ഇത് പ്രിയയാണ്. അപ്പോൾ അവൾ എനിക്കിങ്ങനെ വാരി തരുന്നതായിട്ടൊക്കെ ജസ്റ്റ് ഷോയേ ഉള്ളൂ ഗൈസ്. ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അതിനുശേഷം നമ്മൾ കഴിച്ച് ഹാപ്പി ആയിട്ട് ഒരു 6:30 മണി കഴിഞ്ഞിട്ടുള്ളൊരു വ്യൂ ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. സൂപ്പർബായിരുന്നു. നമ്മൾ അമ്പലത്തിനകത്തോട്ട് പോയില്ല. ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അതിൻ്റെ തലയിൽ എന്തെങ്കിലും തൂങ്ങിക്കിടക്കുന്നതായിട്ടാണോ പറയേണ്ടത്? അതിൻ്റെ തലയിൽ തൂവലുകൾ. അതിൻ്റെ തലയിൽ അത് തൂവലാണ്? നീ എന്ത് മണ്ടത്തരമാണ് ഈ പറയണത്? സോ ഇന്നത്തെ ഈ മിനി വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കും. ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം. ടാറ്റാ.